1000-ഓളം വിദ്യാർത്ഥികൾ പുതിയ കാലങ്ങളിൽ CA-CMA മേഖലയിലൊക്കെ കയറി വരുന്നു. ഒരു സ്റ്റുഡൻസ് എന്നുള്ളതിൽ നിന്ന് മാറി കോർപ്പറേറ്റ് വേൾഡിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. CMA അൽത്താഫ് റോഷൻ, ആദിൽ, ഹിസാന ആൻഡ് ഹസ്ന എത്ര വർഷമായി വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യാണ്. നേരത്തെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഞാൻ മെഡോണിൽ സീനിയർ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആണ്. ഇനിയൊരു ഫൈനൽ എൻഡ് ചെയ്യുന്നതിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർക്ക് ലൈഫ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പഠിച്ച സമയത്ത് നമ്മൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കും, അല്ലെങ്കിൽ എഴുതിയത് വെറുതാവും, അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റ് വെറുതാവും. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കോർപ്പറേറ്റ് ലൈഫിൽ നമുക്കൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസങ്ങൾ എന്തൊക്കെ തുടരട്ടെ. ഇതെല്ലാം അതുപോലെ അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഇനിയും ഹാപ്പി ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫിലേക്ക് പോകാൻ പറ്റട്ടെ. അതോടൊപ്പം ലെറ്റ് യു ബിക്കം സൂൺ CMAs. 1000-ഓളം വിദ്യാർത്ഥികൾ പുതിയ കാലങ്ങളിൽ CA-CMA മേഖലയിലൊക്കെ കയറി വരുന്നു. ഇവർ സത്യത്തിൽ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവുന്നുണ്ടോ? നമുക്ക് ഇത്തവണ നമ്മുടെ തന്നെ 4 വിദ്യാർത്ഥികളെ കിട്ടിയിരിക്കുകയാണ്. കോർപ്പറേറ്റ് വേൾഡിൽ ഒരു സ്റ്റുഡൻസ് എന്നുള്ളതിൽ നിന്ന് മാറി കോർപ്പറേറ്റ് വേൾഡിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒരു കൗതുകത്തിന് ഞാൻ പറയാം, മന്ത്ലി ടൂറുകൾ, ഒരു സാറ്റർ പ്ലേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഗെയിമുകൾ, ഒരു മന്ത്ലി തന്നെ നിങ്ങൾക്ക് 3 തവണ ഫുഡ് അടിക്കാൻ പറ്റുക, ടർഫ്, സ്വിമ്മിങ് പൂള്, ഇങ്ങനെയൊക്കെ ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? ശരിക്കും കോർപ്പറേറ്റ് വേൾഡിൽ ഇതൊക്കെ കിട്ടുമോ? കിട്ടും. ബാംഗ്ലൂരല്ല, കോഴിക്കോടല്ല, കോട്ടക്കലങ്ങാടിയിൽ, അതായത് പുത്തനതാണി തന്നെ അങ്ങനെ ഒരു ഫേം ഉണ്ട് അത്രേ. നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ തന്നെ വളരെ ഹൃദയപൂർവ്വം നമുക്കുള്ള വിദ്യാർത്ഥികളാണ് നമ്മളൊപ്പം ഉള്ളത്. എന്നോടൊപ്പം CMA അൽത്താഫ് റോഷൻ, ആദിൽ, ഹിസാന ആൻഡ് ഹസ്ന നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഇവരുടെ അടുത്തേക്ക് തന്നെ വരാം അല്ലേ? അൽത്താഫ്, എങ്ങനെയുണ്ട് കോർപ്പറേറ്റ് ലൈഫ്? ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ നിന്ന് മാറി കോർപ്പറേറ്റിലേക്ക് പോയി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഇന്റർ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനല് ഏതായാലും ട്രൈ ചെയ്യാനുണ്ട്. ഗുഡ്, നല്ല തിരുത്തലാണ്. എന്തായിരുന്നാലും ആ ഒരു ജേണി ഇനി ബാക്കിയാക്കാനുണ്ട് CMA'ടേത്. ഓക്കെ, എങ്ങനെ തോന്നുന്നു? എന്തായാലും ആ ഒരു സ്റ്റുഡൻസ് എന്നുള്ളതിന് വിട്ടിട്ട് ഒരു മറ്റൊരു ലൈഫിലേക്ക് വന്നു. നല്ലൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം തന്നെ പറയുന്നത്, സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു സമയത്ത് നമുക്കില്ലാത്ത കുറേ കാര്യങ്ങൾ, കുറേ ക്വാളിറ്റികൾ, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ സ്റ്റുഡൻസ് എന്നുള്ള സമയത്ത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക്, അതായത് നമ്മൾ കുറേ സ്കില്ലുകളൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി കുറേ ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനും അതിനൊക്കെ ഉള്ളൊരു ഫ്രീഡം നമുക്കൊരു കോർപ്പറേറ്റ് ലൈഫിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണുള്ള ചോദ്യം എപ്പോഴും എല്ലാവരുടെയും ഇടയിൽ ബാക്കിയായിരുന്നു. അതായത് ഈ പുസ്തകത്തിൽ കുറെ സാധനങ്ങൾ പഠിച്ചപ്പോ അറിയൂല ഇത് എവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാനുള്ളതാണെന്നല്ലേ അല്ലേ? ഇപ്പൊ അതൊക്കെ വ്യക്തമായി തുടങ്ങി. അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരുന്നത് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യാണ്. നേരത്തെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ മെഡോണിൽ സീനിയർ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, മെഡോൺ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും ഫേം നെയിം അല്ലേ? ഓക്കെ, എന്താണ് മെഡോൺ? എന്താണ് മെഡോൺ? UAE വൺ ഓഫ് ദി ലീഡിംഗ് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സെക്ടറാണ്, കോർപ്പറേറ്റ് ഫാർമസിയാണ്. അതായത് വി ഹാവ് 60+ ഫാർമസീസ് അറൗണ്ട് UAE. ഇപ്പോൾ നമ്മൾ വീണ്ടും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഒരു 100+ ഫാർമസീസ് നെക്സ്റ്റ് ഇയർ എൻഡ് ആകുമ്പോഴത്തേന് 100+ ഫാർമസീസ് അച്ചീവ് ചെയ്യണമെന്നുള്ള കമ്പനി ഡ്രീം വരുന്നത്. ഓക്കെ, അതിന്റെ ബാക്ക് എൻഡ് ആണ് അല്ലേ? ഇന്ത്യൻ ഓഫീസാണ് തോന്നുന്നു അല്ലേ? ആക്ച്വലി CMA ഹിസാന അവിടെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞപ്പോ സ്റ്റാർട്ടിൽ ആ CMA അവിടെ ഫിറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, റൈറ്റ്. CMA ഹിസാന, ടെൽ മീ, എന്താണ് അതിന്റെ ഒരു ബാക്ക് എൻഡ് ഓഫീസാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? അതെ, അവിടെ UAE നമുക്കൊരു 50+ ഫാർമസീസ് ഉണ്ട്. അതിന്റെ ഇന്ത്യൻ കോർപ്പറേറ്റ് ഓഫീസാണ് ഇവിടെ പുത്തനത്താണി ഉള്ളത്. ശരിക്കും നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് എൻട്രി ചെയ്തെന്ന് നമുക്ക് തോന്നൂല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ്. കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് സ്ട്രെസ് ഇല്ല, കാര്യങ്ങളില്ല, നമുക്ക് നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ, പഠനം കഴിഞ്ഞ് നമ്മളൊരു വർക്കിലേക്ക് കയറിയെന്ന് തോന്നാത്ത ടൈപ്പിലുള്ള ഒരു ഇത് ഉണ്ട്. എനിക്കൊരു ചോദ്യം ബാക്കിയുണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. എന്ത് തോന്നുന്നു അസ്ന? ഹാപ്പിയാണ് ഇവിടെ വർക്ക് ചെയ്ത്. ഞാനൊരു ഇൻറ്റേണായിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഞാനൊരു ഫ്രഷറായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഇൻറ്റേണായിട്ട് 3 മാസം നിന്നപ്പോൾ തന്നെ അവിടെ പിന്നെ പെർമനൻറ്റ് സ്റ്റാഫായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഫാർമസീസ് മാത്രമല്ല, 4 നോൺ ഫാർമസീസ് ഉണ്ട്. 2 റെസ്റ്റോറൻറ്റും പിന്നെ 2 ക്ലിനിക്കും ഉണ്ട്. അപ്പോൾ നോൺ ഫാർമസീസ് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ
കുഴപ്പമൊന്നുമില്ല, ഉഷാറായി പോകുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു പഠനം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ കോർപ്പറേറ്റ് ലൈഫ് കിട്ടി എന്നുള്ളതാണ് അല്ലേ, 3 പേരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? പെട്ടെന്ന് ഈ പഠനം പുസ്തകം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വലിയൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഡിപ്രീസിയേഷനൊക്കെ കാണുമ്പോൾ അന്ന് വിചാരിച്ചിരുന്നു ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. നമ്മൾ റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 3 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളന്ന് വിചാരിച്ചിരുന്നു ശരിക്കും ഇങ്ങനെയൊക്കെ പാരാ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ പോരെ പെട്ടെന്നൊരു റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോർമാറ്റിൽ തന്നെ ആക്കണം. അപ്പോൾ അന്ന് അത് പഠിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വേഗം മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റിയത്. അല്ലെ, ശരിക്കും ഈ പുസ്തകങ്ങൾ മാറ്റിവെച്ചല്ലോ, പുസ്തകം മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണ്? അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു വർക്ക് ലൈഫിൽ? വർക്ക് ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 9 to 6 ആ ഒരു സമയത്തിൽ മാത്രമേ നമ്മൾ ഈ ഒരു വർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ, കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിന് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുന്നതോടുകൂടി നമ്മൾ സ്വയം സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ നമ്മൾ ആ ഒരു സ്റ്റുഡൻ്റ് ഉള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നിട്ടുള്ളതിൽ നല്ലത്. അത് നമുക്ക് സ്ഥിരമായിട്ട് മറ്റേ നമ്മൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് ഇനിയും കുറേ പഠിക്കാണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു അതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഡെയിലി ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും അറിയാണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പഠനം തന്നെയാണ് ഇവിടെ നമ്മൾ പുസ്തകമില്ലാണ്ട് പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സിലബസ് ഇല്ലാകുമ്പോൾ അത്രയും വിശാലമായതുകൊണ്ടാണ്. കൃത്യമായിട്ട് ഒരു ഇത് ഇല്ല, നമുക്ക് കുറെ പഠിക്കാൻ ഇനിയും കുറെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓരോ ഘട്ടമായിക്കാണ്ട് നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ അൽത്താഫ് ആണെങ്കിലും ആദിലാണെങ്കിലും അസ്ന ആണെങ്കിലും നമുക്ക് ഒരു ഗ്രൂപ്പും കൂടെ ബാക്കി ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇനിയൊരു ഫൈനൽ എൻഡ് ചെയ്യുന്നതിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർക്ക് ലൈഫ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും തോന്നുന്നു. ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും തോന്നുന്നു. ഇപ്പം ഞാൻ ഇന്ന് വരുന്ന സമയത്തുണ്ട് അവിടെ ഒരു സ്റ്റാഫ് ബ്രേക്ക് ഈവൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കമ്പനീൻ്റെ ബ്രേക്ക് ഈവൻ അനാലിസിസ്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് നമ്മൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ എഴുതിയത് വെറുതെ ആവും, അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റ് വെറുതെ ആവും. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കോർപ്പറേറ്റ് ലൈഫിൽ നമ്മളത് അപ്ലൈ ചെയ്തൊരു ആ ഒരു സിസ്റ്റമാണ് കറക്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പോയിന്റിന്റെ തൊട്ടും പറഞ്ഞ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതെന്താ റിപ്പോർട്ട് ആയപ്പോൾ ഇത് ബ്രേക്കിംഗ് റിപ്പോർട്ട് ആള് ക്വാളിഫൈഡ് ആണോ? അല്ലല്ല. അപ്പം ശരിക്കും നമ്മൾ CMA പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റഡീസിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും, പ്രത്യേകിച്ച് ഫൈനാൻസ് സെക്ടറിലാകുമ്പോൾ അല്ലേ, തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് വളരെ കുറച്ച് സിലബസിന്റെ ഒരു 20 to 30% നമുക്കൊരു യൂസ്ഫുൾ അല്ലാത്തതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഈ കുറെ പണ്ടത്തെ കുറെ ആളുകൾ ഉണ്ടാക്കിയ തിയറീസ്, ഹെൻറി ഫെയർ പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ യൂസ് അല്ലാന്നുള്ളൂ. കാരണം അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി മാർക്കറ്റിൽ. പക്ഷെ ഇപ്പൊ റീസെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നിലനിൽക്കാൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ബാക്കി ഒരു സിലബസിന്റെ 80% നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ അസ്ന പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ, ഇപ്പൊ അസ്നയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രീപേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ 100% എങ്ങനെയാണോ, അതായത് അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം മാറ്റുണ്ട്, പക്ഷെ ഐറ്റം സെയിം തന്നെ. ഈ പറഞ്ഞില്ലേ, ചിലർ പറയും ടാർഗറ്റ് ഒന്നും ഇല്ല എന്ന് പറയും. ബട്ട് ഈവൻ ദെൻ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ സം ടാർഗറ്റ്സ് ആൻഡ് പ്ലാൻസ്, സ്റ്റെപ്സ് ആണ്. പക്ഷെ അത് എങ്ങനെയാണോ നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ ഏൽപ്പിക്കുന്നത്, അതാണ് വ്യത്യാസം. എനിക്കിപ്പോ നമ്മൾ JD പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഷെഡ്യൂൾ JD ഉണ്ട്, ഒരു 7 to 8 ഡ്യൂട്ടീസ് നമുക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ ഭയങ്കര കമാൻഡ് ചെയ്തിട്ട്, അതായത് ഇത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സ്ട്രെസ് ആക്കൂല വർക്കിന്റെ കാര്യത്തിൽ, നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അല്ല, എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ബാക്ക് എൻഡിലാണ് പ്രവർത്തിക്കുന്നത്. ഇതല്ല എക്സ്ക്ലൂസീവ്ലി ഒരു ഫൈനാൻസ് ഫേം ആണ്. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും ഇതേ ഒരു ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ആൾക്കാരും പിന്നെ ഓരോരുത്തരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും. ചില ബിസിനസ് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ എല്ലാവർക്കും റിലാക്സ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ആൾക്കാരും പിന്നെ അവിടുത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് സുപ്പീരിയേഴ്സ് അതല്ലെങ്കിൽ നമ്മുടെ CEOs, ടോപ്പ് മാനേജേഴ്സൊക്കെ അവർ എത്രമാത്രം കംഫർട്ടായിട്ടാണോ അതനുസരിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ രൂപത്തിലൊക്കെ ഞാൻ നേരത്തെ നിങ്ങളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ കേട്ടതുപോലെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അല്ലേ, രാവിലെ എന്താണ് മോർണിംഗ് മീറ്റിംഗ്, അതുപോലെ സാറ്റർഡേയില് സാറ്റർ പ്ലേ,
അതുപോലെ വീക്കിലി അല്ല മന്ത്ലി 3 തവണ കമ്പനി വക ഫുഡ്. കമ്പനിയൊക്കെ ഫുഡ്. അടിപൊളി. അത് മാത്രല്ല വേറൊന്നും കൂടെ കേട്ടല്ലോ, പൂളടക്കം അല്ലെ, മന്ത്ലി ഒരിക്കൽ പൂളോ ടർഫോ. എന്റെ അമ്മോ, ഇത് കൊടക തന്നെയാണല്ലേ ഈ ഫേം. സാധാരണ നമ്മൾ ബാംഗ്ലൂർ അതല്ലെങ്കിൽ എറണാകുളത്തൊക്കെ, ഞാനൊരിക്കൽ 2018 വർക്ക് ചെയ്തൊരു ഫേം ഉണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് ഫേമാണ്. നമുക്കിതുപോലെ ആനുവൽ മീറ്റിംഗ് അതല്ലെങ്കിൽ മന്ത്ലി മീറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു എൻജോയ്മെന്റ് ഉള്ളൂ. ഇത് അങ്ങനെയല്ല അല്ലേ, 3 തവണ മന്ത്ലി 3 ആരും സ്ട്രെസ്ഡ് അല്ല, ഭയങ്കര ഫ്രീ ആണ് വർക്ക് ചെയ്യാൻ. അത് ഭയങ്കര ഫ്രീ എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് വർക്ക് ചെയ്യാൻ. എല്ലാവർക്കാണ് ഓഫീസിലോട്ട് നമുക്ക് അവിടെ ഒരു കാര്യം ലീവ് എല്ലാവരും ഭയങ്കര കുറവായിരിക്കും. അതായത് എല്ലാവരും അതായത് കൂടുതൽ ദിവസം മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള കാരണം എന്താ വെച്ചാൽ എംപ്ലോയീസിന് സ്ട്രെസ് കൊടുക്കുന്നില്ല, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിൽ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കാണാനും പറ്റും. അല്ലാതെ ആരും ഒരു മടി പിടിച്ചിരിക്കില്ല. കാരണം നമുക്ക് അതിലൊരു കാര്യമില്ല, മടി പിടിച്ചൊരു മൂലക്ക് ഒതുങ്ങിയിരിക്കേണ്ട അങ്ങനത്തെ ആ ഒരു രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നൂല. നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നൊന്നും നിങ്ങൾ പറഞ്ഞു തരണം. അതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വന്നത് ശരിക്കും ഇതിന്റെ പുറകിലുള്ള ആളുകൾ അപ്പോ ഇതിനെ കുറിച്ച് നല്ലൊരു വിഷൻ ഉണ്ടാവുമല്ലോ. ഇത് പോളിസി മേക്കിംഗ് ആണല്ലോ, ഒരു HR പോളിസി മേക്കിംഗ് കൂടെയാണ്. നിങ്ങൾക്ക് മോർണിംഗിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, സാറ്റർഡേയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇതിലൊരു യൂത്താണോ ഇതിനെ ലീഡ് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു, അറിയൂല. നമ്മുടെ CEO എന്ന് പറയുന്നത് ഇത് നമ്മളെ മലപ്പുറംകാരനായ ഷമീർക്കാണ്. പുള്ളി ഇതുപോലെ ഒരു ചെറുപ്പം തൊട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ആയത് ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ആളുടെ ഒരു 40-45 ആ റേഞ്ചിലാണ് പുള്ളിയുടെ ഏജ് വരുന്നത്. മോർ ദാൻ ഏജ് പുള്ളിയുടെ ഒരു ഇതുണ്ട്, പഠന രീതി, പുള്ളി സമീപിക്കുന്ന രീതി, അതിലാണ് നമ്മളൊരു യുവത്വം കാണേണ്ടത്. ജസ്റ്റ് ആളുടെ ഏജിനെക്കാട്ടി കൂടുതൽ നമുക്കറിയാം പുള്ളി അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ട്. നമ്മളിപ്പോൾ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൽ വിത്തിൻ സെക്കൻഡ്സ് പുള്ളിക്ക് അത് അനലൈസ് ചെയ്തുകൊണ്ട് പുള്ളി അതിന്റെ കാര്യങ്ങൾ ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ പുള്ളി നമ്മളെ കമ്പനിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നുണ്ട്. പോരാത്തിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവരുന്നത്, അത് ടോപ്പ് ലെവലിൽ തൊട്ട് നമുക്കത് പുള്ളി അത് തരുന്നുണ്ട്. ആളൊരു 40+ കൺട്രീസിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഓരോ കൾച്ചേഴ്സൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ടല്ലോ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ്. ബി സ്കൂളിന് MBA ചെയ്തിട്ടുണ്ട്, ഈ ബിസിനസ് പേഴ്സൺസിന്റെ ഒരു MBA വളരെ റീസെന്റ് ആയിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ കുറെ കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലെവലൊക്കെ പഠിക്കുമ്പോൾ പ്രൊഫഷണലി പുള്ളി ക്വാളിഫൈ ചെയ്തും കൂടി ആയതുകൊണ്ട് പുള്ളിക്ക് അറിയാം ഒരു കമ്പനി എങ്ങനെ മാനേജ് ചെയ്യാൻ. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ഒരു ഓണറാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ 40+ കൺട്രീസിൽ, അതായത് ലോകം ചുറ്റി സഞ്ചരിച്ച ഒരാളാണ്. ഭയങ്കര വിഷന് ഉണ്ടായിട്ടുണ്ടാകും. ശരി, അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം എന്ന് തോന്നുന്നു. എന്താണ് ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു അത് ഓഫീസിലേക്ക് വരണം തോന്നുമ്പോൾ എന്ത് തോന്നുന്നു ശരിക്കും? നമുക്കിതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രീ ആയി വരാം, മടി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഓഫീസിൽ പോവാണല്ലോ, അവിടുന്ന് വർക്ക് ചെയ്യണല്ലോ, അങ്ങനെ ഒരു മടിയൊന്നും ഉണ്ടാവില്ല. നോർമലി രാവിലെ നീച്ചിട്ട് നമ്മളൊരു വീട്ടിലിരിക്കണ പോലെ തന്നെയാണ് ഓഫീസിൽ പോയാൽ. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രിയോറിറ്റി. അസ്ന മാരീഡ് ലൈഫും കൂടെ ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ശരിക്കും വീട്ടില് അമ്മായിമ്മ അതല്ലെങ്കിൽ ഉമ്മ, ഫാമിലി ഇവരൊപ്പം ഇരിക്കുന്നതാണോ ഫേമിൽ വരുന്നതാണോ ഇഷ്ടം? അതെന്തായാലും ഫാം തന്നെയാണ്. ആണ്, പുറത്തു പോകും കേട്ടോ, വീഡിയോ എന്തായാലും പുറത്തു പോകും. ആണല്ലേ? എന്തുകൊണ്ട് അത് പറഞ്ഞത്? രണ്ട് ലെവൽക്കാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ വേറെയാണ്, പക്ഷെ ഓഫീസിൽ നമുക്ക് വേറെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ്. കൊളീഗ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലൊരു ഇതിലാണ്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് ഓഫീസിലൊരു പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഓഫീസിൽ വരുമ്പോൾ ഒരു വേറെ എൻവയോൺമെന്റ് ആയി തോന്നുന്നില്ല. നമ്മുടെ ഫാമിലി ആയിട്ട് വേറൊരു വീട് പോലെ തോന്നുന്നു. നമ്മൾ സെക്കൻഡ് ഹോം എന്നൊക്കെ പറയില്ല, സെക്കൻഡ് ഹോം ആണ്. അങ്ങനെയാണ് ഓഫീസിലെ ഒരു എൻവയോൺമെന്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായിട്ടുണ്ട്. ഫാമിലി തല്ലൂല, കച്ചറ ഉണ്ടാവില്ല, ഇന്റേണൽ പൊളിറ്റിക്സ് ഒട്ടും ഇല്ലാത്ത ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ളത് മാനേജ് ചെയ്യുന്നതിൽ നമ്മളെ മാനേജർ, അതായത് ഇന്ത്യൻ ഓഫീസിലെ മാനേജർ ഉണ്ട് നമ്മള് സുബിൻ സാർ എന്നാ പറയുന്നത്. പുള്ളിയുടെ ആ ഒരു ഇത് കഴിവ് ഭയങ്കരമാണ്. കാരണം എല്ലാരും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഇപ്പൊ ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് വരെ പുള്ളി ജസ്റ്റ് എല്ലാവരുടെ അടുത്തൊന്ന് തോളിലൊക്കെ ഒന്ന് കഴിയിട്ടാണ് വന്നാൽ സംസാരിക്കും. എന്താ മോനെ വിശേഷം, എന്താ അവസ്ഥ, ഇടയ്ക്ക് ഇതുപോലെ നമ്മളോട് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഡൗൺ ആണ് ഇടയ്ക്ക് വന്ന് അതറിയുണ്ട്. അതായത് ഒരു മാനേജർ അങ്ങനെ വന്ന് നമ്മളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് തോന്നുകയാണ്.
അതായത് ഇപ്പൊ അങ്ങനെ ഒരു ഫാമിലി എന്നുള്ള ബേസിലാണ് പുള്ളി ഇത് അതായത് മാനേജ് ഇപ്പോൾ ചെയ്ത് പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരും പറയല് വർക്ക് നന്നായി ചെയ്യണം, വർക്കിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മിക്ക ആൾക്കാരും മാനേജേഴ്സും ഒക്കെ നമ്മളോട് പറയാം. പക്ഷെ ഞങ്ങളുടെ സാർ ആദ്യം പറയല് നല്ലൊരു ഓഫീസ് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടത്. ആ കാര്യം പറഞ്ഞിട്ട് പിന്നെ വർക്കിന്റെ കാര്യം പറയുള്ളൂ. ഓഫീസ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ വർക്ക് ഹാപ്പിനെസ് ആവും. അതുപോലെ നമ്മളെ യു എ ഓഫീസ് ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ഇപ്പൊ യു എയിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ക്യാഷ് ട്രാക്കർ. എവിടെയാണ് ഹെഡ് ഓഫീസ്? യു എയിൽ ഷാർജ, ഷാർജയിൽ. ഷാർജയിൽ മീന മെഡിക്കൽ സ്റ്റോഴ്സ്. അപ്പൊ അവർക്കുള്ള കോണ്ടാക്ട് എപ്പോഴും ഇതേപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊക്കെ ആ ഒരു പ്രോപ്പർ ആയി വരുന്ന ആ ഒരു ചാനലും കൂടി പ്രോപ്പർ ആക്കി വരുന്നതിലാണ് ഇത് ഇത്രയും സ്മൂത്ത് ആയി പോകുന്നത്. അതായത് അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻക്ക് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഓഫീസായാലും ഇത്രയും സ്മൂത്ത് ആയിട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നല്ല കോപ്പറേറ്റീവ് ആണ്, ഭയങ്കര കോപ്പറേറ്റീവ്. അത് നമ്മൾ യു എയിൽ ഇപ്പൊ സഫീർ എന്ന് പറഞ്ഞ തന്നെ റെഗുലർ ആയിട്ട് കോൺടാക്ട്. മലയാളികളാണ്, മലയാളികളാണ് കൂടുതലും മലയാളികളാണ്, അല്ലാത്ത ബാക്കിയുള്ള രാജ്യക്കാരും യു എയിൽ ഡെയിലി കോൺടാക്ട് ഉണ്ട് സഫീർ എന്ന് പറഞ്ഞത്. കാരണം നമ്മളെ ക്യാഷ് റിപ്പോർട്ട്സ് ഒക്കെ ഡെയിലി സെൻഡ് ചെയ്യണം യു എക്ക്. അപ്പൊ അവനൊക്കെ ജസ്റ്റ് എടാ എന്താടാ വർത്താനം, അങ്ങനെ ഒരു ഭയങ്കര ഒരു കോർപ്പറേറ്റ് ലൈഫ് ഒന്നും ഇല്ല. നമ്മള് അതെന്താ വെച്ചാൽ ഇങ്ങനെ, അതെന്താ വെച്ചാൽ അങ്ങനെ, അതിങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര രസമാണ്. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടുന്ന് യു എത്ത് അവിടുത്തെ നമുക്ക് അറിയാത്ത കുറെ പേര് നമുക്ക് വിശ്വസിക്കാൻ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇമെയിൽ ആനിവേഴ്സറി സെലിബ്രേഷൻ അതല്ലെങ്കിൽ ഇമെയിൽ അങ്ങനെ ഉണ്ടോ? ഇമെയിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവും, നമുക്ക് ജസ്റ്റ് ഒരു വിഷസ് ഉണ്ടാവും. പോരാത്താണ് ഈ നമ്മളെ ചുറ്റും നമ്മൾ അറിയാത്ത കുറെ വിഷസ്. അതായത് നമ്മളെ മാനേജേഴ്സ് ഒക്കെ, അതായത് മാർക്കറ്റിംഗിന്റെ മാനേജർ അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ മാനേജർ, പുള്ളിയൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു കണ്ട് വിഷസ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ജസ്റ്റ് കാഷ്വൽ ആയിട്ടൊന്നും അവരോട് അധികം സംസാരിക്കാനൊക്കെ നമുക്കൊരു റെസ്പെക്ട് കൊണ്ട് ഒരു പേടി കൊണ്ട് സംസാരിക്കാത്ത, പക്ഷെ അവരിങ്ങോട്ട് നമ്മളോട് അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സുപ്പീരിയർ, ഒരു മാനേജർ, ഒരു സിഇഒ ലെവലിലുള്ള ആളുകളൊക്കെ ഏതെങ്കിലും കോംപ്ലിമെന്ററി മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നിട്ട് ആയിട്ടുള്ളൂ. ബർത്ത്ഡേ അതിന്റെ ഇടയിൽ വന്നിട്ടില്ല. ബർത്ത്ഡേ ആനിവേഴ്സറി ഒന്നും വന്നിട്ടില്ല. ബർത്ത്ഡേ വന്നാൽ നമ്മളെ ആപ്പ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പുത്തിരി കത്തിക്കണ പോലത്തെ എഫക്ട് വരൂല്ലേ? ഈ അറ്റൻഡൻസ് എങ്ങനെയാണ്? അറ്റൻഡൻസ് നമുക്ക് കേൾക്കാൻ ഒരു അറ്റൻഡൻസ് മാനേജർ ലൊക്കേഷൻ ബേസ്ഡ് ആണ്. അപ്പൊ അത് ഓപ്പൺ ആക്കുന്ന അന്ന് ബർത്ത്ഡേ അന്നൊന്നാകെ പുത്തിരി കത്തി ആപ്പ് തുറന്നാൽ കാണും ആടൊക്കെ ബർത്ത്ഡേ ഉണ്ട്, ആടൊക്കെ വരാനിരിക്കും. അപ്പൊ നമുക്ക് വിഷ് ചെയ്യാം അവർക്ക്. പിന്നെ അവരെ നമുക്ക് ട്രീറ്റ് ചോദിക്കാം. അവര് പിന്നെ ആ ഒരു കാര്യത്തില് ട്രീറ്റ് ചോദിക്കാം. ആരും അറിയാതെ പോവില്ല. അതും നമ്മുടെ ഒരു കോർപ്പറേറ്റ് ലൈഫിന്റെ ഭാഗമല്ല. നമ്മള് ട്രീറ്റ് ചെയ്യലും ട്രീറ്റ് ഇത് വാങ്ങിക്കലും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങള് കാണുന്നത്. അതിന്റെ ഒരു രസമായിട്ട് അങ്ങനെ നമുക്ക് ട്രീറ്റ് ട്രാക്കർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓ അങ്ങനെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ട്രീറ്റ് ബാക്കി. ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നോക്കാം. എന്താണ് ഈ സാറ്റർ പ്ലേ എന്നുള്ളത്? നമുക്ക് കോർപ്പറേറ്റ് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാറ്റർഡേ 2 ടീം പോലെ, അപ്പൊ നമ്മൾ ഇന്ത്യ ഓഫീസിൽ ഒരു 20 റേഞ്ച് സ്റ്റാഫ് ആയതുകൊണ്ട് 2 ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ടീം തമ്മിൽ ഒരു മൈൻഡ് ഗെയിം, ഒന്നെങ്കിൽ ലെറ്റർ ഗെയിംസ്, അതുപോലെ എന്തെങ്കിലും ഭയങ്കര ആ ഗെയിം ഒരിക്കലും ഒരു സാറ്റർഡേ ഒരു 10 to 12 അല്ലെങ്കിൽ ഒരു 1 hour മാക്സിമം 1 hour ഗെയിം. അത് വീക്കിലി 1 day. അത് വെറുതെ നടത്താന്ന് പറയല്ലേ, കറക്റ്റ് നടത്തും. നമ്മൾ ഓരോ വീക്കിലും കൺട്രോൾ ചെയ്യാം. ഇത് നമ്മളെ സാറിന് സുബിൻ സാർ, ഫിനാൻസ് മാനേജർ. അപ്പോ എല്ലാ ടീമും അതിലുണ്ടാകും. HR ഉണ്ടാവും, അക്കൗണ്ട്സ്, എല്ലാ ടീമും ഉണ്ടാവും. എല്ലാ ശനിയാഴ്ചയും ഗെയിംസിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് സാർ വരിക. സാർ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക. ഗെയിംസിന് നമുക്ക് തോന്നിപ്പോയി ഈ ഒരു ചെറിയൊരു സ്പേസിനകത്ത് ഇത്രയും അടിപൊളിയായിട്ട് ഗെയിം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളവരെ തോന്നിപ്പോകും. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അതിൽ കിട്ടുന്ന ഒരു ത്രില്ലുണ്ട് ഭയങ്കര. അതായത് നമ്മൾ വിചാരിച്ച ഇത്രയും വലിയ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ കളിക്കാന്നല്ല, പക്ഷെ അതിൽ കളിച്ചു. അതിന്റെ ഒരു രസം അങ്ങനെയാണ്. ഇത് തമ്മിൽ ഉച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഏതൊക്കെ ഗെയിമുകളാ, എന്തൊക്കെയുണ്ട്? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഗെയിം ട്രൂത്ത് ഓർ ലൈസ് എന്നൊരു ഗെയിം ആയിരുന്നു. ഐ മീൻ 2 ടീം ഉണ്ടാവും. ഒരു ടീമിൽ 7 മെമ്പേഴ്സ് ഉണ്ടാവും, മറ്റേ ടീമിൽ അതേപോലെ 7 മെമ്പേഴ്സ്, ആ റേഞ്ചിൽ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 7 മെമ്പേഴ്സ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയണം. എന്ത് സ്റ്റേറ്റ്മെന്റ് പോവാം, അതിൽ ആരാണ് കള്ളം പറയണത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഐ മീൻ എഗെയിൻസ്റ്റ് ടീം കണ്ടുപിടിക്കണം. അത് എന്തും പറയാം, ഐ മീൻ ഹിസ്റ്ററിക്കലോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഗാന്ധിജി ജനിച്ചത് ഇന്ന വർഷമാണ് എന്നുള്ളത്, അങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറയും. അതിൽ കള്ളം പറയണത് ആരാണെന്നത് മറ്റേ ടീം കണ്ടുപിടിക്കും. കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഞാൻ പറഞ്ഞു എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് റെസ്റ്റോർഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ലൈ ആണ്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്. ഇത് അപ്പത്തെ ടീം കണ്ടുപിടിച്ചില്ല. അപ്പൊ ഞങ്ങൾ ടീം വിൻ ചെയ്തു. നമ്മള് കള്ളം പറഞ്ഞിട്ട് അവരത് കണ്ടുപിടിക്കണം, ആരാണ് കളവ് പറഞ്ഞത്. ഇവിടെ അത് പറയുമ്പോ എത്രത്തോളം അതിന്റെ ആ ഒരു ഗെയിമിന്റെ ഒരു ഇത് ഇൻവോൾവ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കളിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ കളിക്കുമ്പോഴാണ് അതിന്റെ ഒരു പലരും പല സ്റ്റേറ്റ്മെന്റ് ആവും പറയാം. അപ്പൊ നമുക്ക് നോളജും കിട്ടും.
ഇപ്പോ ബനാന നമ്മളൊരു ബെറി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കുറെ ആൾക്കാർക്ക് അത് അറിയില്ല, പക്ഷെ അത് ശരിക്കും സത്യമാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ അത് സത്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോളജ് വേറെ ആൾക്ക് കിട്ടല്ലേ. ഞാനത് പറഞ്ഞു അതല്ലല്ലോ അത് തെറ്റാന്ന് പറഞ്ഞാല് എന്ത് പറ്റും, നമുക്ക് മൈനസ് ആവും. ഓക്കെ, അതാണ് സാറ്റർഡേ പ്ലേ അല്ലേ. അപ്പൊ എല്ലാ ദിവസവും സാറ്റർഡേയില് എല്ലാ സാറ്റർഡേയിലും ഓഫീസിൽ ഓരോരോ കളിയാണ്. ഇന്ത്യ ഓഫീസിലും യു എ ഓഫീസിലും ഉണ്ട്. യു എ കോർപ്പറേറ്റ് ഓഫീസിലും ഇന്ത്യ കോർപ്പറേറ്റ് ഓഫീസിലും ഉണ്ട്. അപ്പൊ ഈ ഗെയിം ഒക്കെ എന്താണ് എല്ലാ ആഴ്ചയിലും നടത്തിയിട്ട് അതിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിന് മന്ത്ലി ഗെയിം നടത്തും. ഒരു മന്ത്ലി വിന്നേഴ്സിന് കമ്പനി പ്രൈസ് അവാർഡ് ചെയ്യും. 5 ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ഗെയിം ജയിച്ച ടീമിന് അവാർഡ്. സ്ട്രെസ് കുറക്കാം, മൈൻഡ് റിലാക്സ്. അതാണ് മെയിൻ. അതും കൂടെ നമുക്ക് അതിലുള്ള ത്രില്ല് കൂടും. അതാണ് ശരിക്കും കനപ്പെട്ട സാധനം കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു മന്തിൽ മുഴുവൻ ഒരു ടീമാണ് അല്ല, ഒരു മന്ത് ഒരു ടീം അല്ലേ? അടുത്ത മന്ത് ആവുമ്പോ ടീം മാറ്റും. ഓക്കെ, വേറൊന്ന് ഞാൻ കേട്ടു, എന്താണ് മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. മോർണിംഗ് മീറ്റിംഗ് എന്താണ് അതില്? അത് ആദ്യമൊക്കെ ഡെയിലി ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ പിന്നെ കുറച്ചും കൂടെ വർക്കൊക്കെ സമയം പോവില്ലേ വിചാരിച്ചിട്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ്. ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. അത് എല്ലാവരും ഇപ്പോൾ ഓരോരുത്തർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആൾ എന്തെങ്കിലും ടോപ്പിക്ക് എന്തും പറയാം. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കാം. എന്നിട്ട് ആ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എല്ലാവരും നമുക്ക് എന്താണ് കിട്ടിയത്, നമ്മുടെ ആ ഒരു ഒപ്പീനിയന് എല്ലാവരും പറയാം. അതെന്താ ഒരു സെമിനാർ പോലെ, ലൈക്ക് ഒരു ഹാളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാം. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നോളജ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അവിടെ വന്ന ചില സ്റ്റാഫിനൊക്കെ ക്രൗഡിന്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി സ്റ്റാർട്ടിംഗ് ടൈമിൽ. ഇപ്പൊ എനിക്ക് തന്നെ നോക്കാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ക്രൗഡിന്റെ മുന്നിൽ അങ്ങനെ പെട്ടെന്ന് വല്ലാതെ അങ്ങനെ ചെറുപറ പറയുന്നല്ല, അതൊരു ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഡെലിവറി ചെയ്യാനുള്ള ഒരു കഴിവില്ലായിരുന്നു. ഇപ്പൊ ഒരാളെ മുന്നിൽ നീച്ചു. പക്ഷെ ഇപ്പൊ നീച്ചു നിന്നിട്ട് ഞാൻ പറയാം ഞാൻ സെറ്റാണ്, ആ ലെവലിൽ എത്തി കാര്യങ്ങൾ. ആ ഒരു കോൺഫിഡൻസ് സത്യം നമുക്ക് ഇവിടുന്ന് അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് തന്നെ തോന്നും അടുത്ത ആഴ്ച ഞാൻ പറയണം, നമുക്ക് അവസരം കിട്ടണമെന്ന് നമുക്ക് തോന്നും. കാരണം അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുകയും ചെയ്യും. ഓരോരുത്തർ അതായത് ഇത്രയും ഈ 18 പേര് ഓരോരോ ടോപ്പിക് കൊണ്ടുപോകുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള അടുത്ത ടോപ്പിക്ക് നമ്മളെ പ്രസന്റേഷൻ ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോളജ്, നമ്മളൊരു കാര്യം പഠിച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കാട്ടി നമ്മൾ അറിവുള്ളവരായി മാറും. നമ്മൾ അതിലേക്ക് പ്രിപ്പയർഡ് ആകൂലേ ഓട്ടോമാറ്റിക്കലി. റൈറ്റ്, 1.5 വർഷത്തോളായി തോന്നുന്നു അൽത്താഫ് അവിടെ അല്ലേ? ഓക്കെ, ഇത് അത്രയും ആ വർഷം മുഴുവൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 1.5 വർഷത്തോളം കാലത്തിന്റെ ഇടയ്ക്ക് എല്ലാ സമയത്തും എല്ലാ ആഴ്ചയിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിലും ഉണ്ടായിട്ടുണ്ട്. അതിനൊരു മുടക്കം വരുത്തിയില്ല. ഇനി ചില സമയത്ത് ഇനിയിപ്പോ അവിടെ നമുക്ക് എന്ത് വർക്ക് സ്ട്രെസ് ആണെങ്കിൽ ആ സമയത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിന് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മോർണിംഗ് സ്റ്റാർട്ടിംഗിൽ ഫസ്റ്റ് പരിപാടി ഇതാണോ? അതെ, മോർണിംഗിൽ സ്റ്റാർട്ടിങ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അർജന്റ് വർക്ക്സ് ഡെയിലി വർക്ക്സ് ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കൊരു റിലാക്സ്ഡ് ആയിട്ടാണ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു 10 മണിക്ക് ശേഷമായിരിക്കും 9 മണിക്ക് ഓഫീസ് നമുക്ക് കുറച്ച് റിപ്പോർട്ട്സ് അയക്കാനുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. ക്യാഷ് അൽത്താഫിനാണെങ്കിൽ കൺസോളിഡേറ്റഡ്, ഫൈസാന് കൺസോളിഡേറ്റഡ്, വാസനക്ക് ആണെങ്കിൽ ഫിനാൻഷ്യൽസ്, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വർക്ക് ഉണ്ട്. അപ്പൊ ആ വർക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ട്യൂസ്ഡേ രാവിലെ ഓഫീസിൽ എത്തുന്നു, ഫസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ നോക്കാനുള്ളതൊക്കെ ചെയ്ത് റിപ്പോർട്ട്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. 10-10:30 ആവട്ടെ. ആ വെയിറ്റിംഗ് ഉണ്ടോ ശരിക്കും? ഭയങ്കര എൻജോയ് ചെയ്യുന്ന പരിപാടി. ഓരോന്ന് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം കളേഴ്സിനെ പറ്റിയ ക്ലാസ് കൊടുത്തു. അങ്ങനെ വെറൈറ്റി ടോപ്പിക് ആണ്. ഒരു കളേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ പ്രസന്റ് ചെയ്യാ, ബാക്കിയുള്ളവരത് എൻജോയ് ചെയ്യാ. ഇപ്പൊ പ്രസന്റ് ആയ ടൈമിൽ ആ ടോപ്പിക്കില് ഐ മീൻ മിസ്റ്റേക്ക് അല്ല, നമുക്ക് നല്ലപോലെ പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ സാർ പറയും അടുത്ത ആഴ്ച ഇയാളെ ചെയ്യണം. പ്രസന്റേഷൻ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ പ്രസന്റേഷൻ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുള്ളൂ. കാരണം എല്ലാവരും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വെച്ചതാണ്. നമ്മളത് ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരാൾ പോലും ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു അറിയാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിട്ട് അതായത് ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടന്റും അവിടെ മോർണിംഗ് മീറ്റിൽ ഉണ്ടാവാറില്ല. അതാണ് അതിന്റെ സത്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ മോർണിംഗ് ടോക്ക് പറഞ്ഞു, സാറ്റർ പ്ലേ പറഞ്ഞു, അതുപോലെ ഫുഡ് അല്ലേ? 3 ദിവസം, ഒരു മാസത്തിൽ 3 തവണ ഉണ്ടോ? അതാണ് ഞാൻ കേട്ടത് അല്ലേ? കമ്പനി വക ഫുഡ്. എന്റെ അമ്മോ, മറ്റേ CID മുസ്ലിം മറ്റേ ആ ലിസ്റ്റ് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ ട്രിപ്പ് ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെയാ? ക്വാർട്ടർലി കമ്പനി ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്വാർട്ടർലി മീൻസ് 3 month കൂടുമ്പോ ഒരു വൺ ഡേ ഔട്ടിങ്. ആനുവലി വേറെ വലിയ ഔട്ടിങ് 3-4 ദിവസം വരുന്നൊരു. ഓക്കെ, 3 മാസം കൂടുമ്പോ ഔട്ടിങ്ങിന് പോകാം. ശരിക്കും എല്ലാരും ഇപ്പൊ ഇതിന്റെ ഇടയിൽ കമന്റ് സാധ്യത ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് എന്റെ HR ചിലപ്പോ കാണും. പിന്നെ നിങ്ങളോട് ചോദിക്കും ഇത് ഏതാ കമ്പനി, ഇത് റെസ്യൂമയുടെ ഒരു പ്രളയം ചിലപ്പോ കാണാം.
കാരണം ഇത് കേട്ടിട്ടില്ല സത്യത്തിലും. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഐ റെസ്പെക്ട് യുവർ ഫേം. ലൈക്ക് ഞങ്ങൾക്ക് തന്നെ ആസ് ബീങ് ദ സ്റ്റുഡൻസ് ഓഫ് ICMS എന്നുള്ളതിലും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമുക്കൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സും കിട്ടിയതാണ്. അപ്പോൾ സത്യത്തിൽ ഒരു ഹാപ്പി തോന്നുന്നു. ഞാൻ കുറച്ചും കൂടെ നമുക്ക് മറ്റൊരു ലൈനിലേക്കും കൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട്, ഇപ്പോൾ CA ആവട്ടെ, CMA ആവട്ടെ, CS ആവട്ടെ, ഇത് പഠിക്കുന്ന പ്രൊഫഷണൽസിനോട് നിങ്ങൾക്ക് എന്ത് പറയാണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു ഷോർട്ടായിട്ട് എന്ത് പറയാം? എന്താന്ന് വെച്ചാല് നമ്മള് ഇത് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസിന് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടല്ലോ, അത് സീരിയസ് ആയിട്ട് ചെയ്തിട്ട് ആ സമയത്ത് നന്നായിട്ട് വർക്ക് നമ്മൾ പഠിച്ചെടുക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളും വർക്കുമായിട്ട് നമ്മൾ എന്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്കൊരു മനസ്സിലാവും, ഓക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ പഠിക്കുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ നമ്മളെ കൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ വർത്താണെന്ന് നമുക്ക് തന്നെ ഒരു തോന്നിപ്പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ, അതായത് നമുക്കൊരു സെൽഫ് വാല്യൂ എന്ത് ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചിട്ട് ഓക്കെ അടുത്ത നമ്മളൊരു വിഷനോട് കൂടി പഠിക്കുക. അത് ജസ്റ്റ് CMA പാസ്സാവുക അത് മാത്രമല്ല, നമുക്കൊരു ഇന്നൊരു ലെവലിൽ എത്തിപ്പെടണം. അതായത് ഇന്ന കാര്യങ്ങൾ, അതായത് ഒരു കമ്പനിക്ക് നമ്മൾ ഇന്ന രീതിയിൽ നമ്മളെ കാരണം എഫക്ട് ചെയ്യാൻ പറ്റണം, നമ്മൾ കാരണം കമ്പനിയുടെ ഒരു ഇതിൽ ഗ്രോത്തിൽ നമുക്ക് പാർട്ടാൻ പറ്റണം എന്നുള്ള അങ്ങനത്തെ ഒരു ഫീൽഡിൽ ഒന്നെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക്, അതായത് നമുക്കൊരു വിഷൻ ഉണ്ടായിട്ട് പഠിക്കണം. അതായത് ജസ്റ്റ് ചുമ്മാ ഇതൊരു കോഴ്സ് ആണെന്ന് മാത്രം കണ്ടിട്ട് പഠിക്കരുത്. അതിലെന്ത് തോന്നുന്നു, എന്ത് പറയണം ഇപ്പോഴത്തെ കുട്ടികളോട്? അതേപോലെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പഠിക്കുക. ഇത് ഞാൻ ഭാവിയിൽ ഒരു CFO ആവണം, അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ ഞാനാവണം ആ കമ്പനിയിൽ ടോപ്പസ്റ്റ് പേഴ്സൺ എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. കോർപ്പറേറ്റ്സിനൊക്കെ നല്ല സ്കില്ലുള്ള ആളുകളെ എല്ലാ സമയം ആവശ്യമാണ്. എത്ര AI വന്നാലും നമ്മളെ ഹ്യൂമന്റെ സ്ട്രാറ്റജിക് ബ്രെയിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ എങ്ങനെ പോലും വാക്കൻസീസും കാര്യങ്ങളൊക്കെ അതിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇസാന ക്വാളിഫൈ ചെയ്തതാണ് CMA, ഓക്കെ. അപ്പോൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ള അപ്രോച്ചിലോടും കൂടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എന്ത് പറയണമെന്ന് തോന്നുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, സ്കില്ല് കൂടെ വേണം. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മളൊന്നും ആവണില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ഒക്കെ കമ്പൾസറി ആയിട്ട് ചെയ്യുക, വർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക, പഠിക്കണ കാര്യങ്ങൾ കാര്യമായിട്ടില്ല, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കി തന്നെ പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ പാസ്സാവണം എന്തെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ബൈഹാർട്ട് ചെയ്യുക. ആ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലാരിറ്റിയോട് പഠിക്കാൻ നോക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താ പറയാനുള്ളത്? കുട്ടികൾ ഈ പുസ്തകം, ബർഡൻ, എക്സാം, ക്ലാസ് എന്നാലും അതത്ര രസകരമൊന്നും അല്ലല്ലോ, കഴിഞ്ഞ കാലങ്ങളാണല്ലോ. ശരിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥി എൻ്റെ മുന്നിൽ വരികയാണ്, എന്ത് പറയും നിങ്ങൾ കുട്ടിയോട്? ഒന്നാമത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം കൺസെപ്റ്റ് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ നമുക്ക് എന്തായാലും ഭാവിയിൽ ആവശ്യം വരും. ഏത് ഫേം ആയാലും മൊത്തത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും സെയിം ആയിരിക്കും. അതായത് ലാസ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമുക്ക് കുറേയൊക്കെ ഒരേപോലത്തെ കാര്യങ്ങളായിരിക്കും എല്ലായിടത്തും ഉണ്ടാവും, അത് എങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ആണെങ്കിലും. അപ്പോൾ നമ്മൾ കൺസെപ്റ്റൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തർ ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും അവിടെയുള്ള സിസ്റ്റംസും അവിടെയുള്ള സോഫ്റ്റ്വെയറും അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് തന്നെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാണ്ടാവുക. അപ്പോൾ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കി പഠിച്ചിട്ട്, പക്ഷേ അത് മാത്രം പോരാ, നമ്മൾ നല്ലപോലെ ഹിസാന പറഞ്ഞ പോലെ സ്കില്ല് ഉണ്ടാക്കണം. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി തന്നെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ വർക്കിനോട് ഒരു സിൻസിയറിറ്റി കാണിക്കണം. പിന്നെ പ്രത്യേകിച്ച് അക്കൗണ്ട്സ് ആകുമ്പോൾ നമ്മൾ ഹോണസ്റ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു കാര്യം, സത്യസന്ധത, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓണറെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് മറച്ചു വെക്കുക, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാത്തിനും എന്നും ഇപ്പോൾ മറച്ചു വെക്കാനൊന്നും പറ്റൂല. പക്ഷേ നമ്മളതൊക്കെ സിൻസിയറായിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളോടും അപ്രോച്ച് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ എനിക്ക് നിങ്ങളോട് മൂന്നാളോടും, ഇഷാനെ മാറ്റി നിർത്തി നിങ്ങളോട് മൂന്നാളോടും, നിങ്ങൾ യു ആർ ഡ്രീമിങ് അബൌട്ട് ടു ബിക്കം എ CMA ഓൾസോ, ഓക്കെ. അത് അവിടെ ഉണ്ടല്ലോ, ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു ഇൻ്ററിലേക്ക് എത്തിയ, ഇപ്പോൾ അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്തിയ കുട്ടികളോട് എന്താ പറയേണ്ടത്? അതായത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ അത് ഒരു ഗ്രൂപ്പും കൂടെ ബാക്കിയിരിക്കുന്നു, ഓക്കെ. ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഓക്കെ. ആ ഒരു ഗ്യാപ്പിൽ ഇപ്പോൾ ഫൈനൽ ചെയ്യുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് പറയണം? എൻ്റെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ 100% ഞാൻ ക്വാളിഫൈഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കണമെന്നില്ലപ്പുറം എവിടെയെങ്കിലും കോർപ്പറേറ്റ്സിൽ മാക്സിമം എൻട്രി ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ CV കാര്യങ്ങളൊക്കെ അയച്ച് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലോട്ട് എൻ്റർ ചെയ്യാം. എന്നിട്ട് പിന്നെ ഇപ്പോൾ കോർപ്പറേറ്റ്സ് നമുക്കൊക്കെ എക്സാം എഴുതാൻ വേണ്ടി നമ്മളെ സാറ് അല്ലെങ്കിൽ അവിടുത്തെ സുബിൻ സാറ് ഭയങ്കര ഇതാണ്. ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറയും, എടാ അൽത്താഫെ അതിലെ ഈ അടുത്ത പ്രാവശ്യം എന്തായാലും എന്നെ കൊണ്ട് നിങ്ങൾ എക്സാം എഴുതിക്കുന്നു പറയും. അപ്പൊ അതാണ് ഒരു കോർപ്പറേറ്റ് ലെവലിൽ നോക്കുക.
നമ്മള് കുറെ പേര് ചിന്തിക്കും വർക്കിന് കയറിയ പഠനം നടക്കൂല. അപ്പോൾ ഞാൻ ബില്ലിംഗ് ആണ് പാസ്സാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമ്പനി സമയം പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. അത്രയും കോർപ്പറേറ്റ്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓക്കെ, വൺ സൈഡിൽ അതാണ് ഞാൻ ഒന്നുകൂടെ ഉദ്ദേശിച്ചത്. ഇപ്പൊ സ്ട്രേറ്റ് അറ്റംപ്റ്റിൽ ആ കുട്ടികൾ പാസ് ആകുന്നതിനാണോ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് അതിന്റെ ഒരു എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടോ? ലൈക്ക് അതല്ലെങ്കിൽ റിഗ്രറ്റ് ഇല്ല, ബട്ട് ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു, സ്ട്രേറ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യാമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും തോട്ട് കുട്ടികളോട് പറയാനുണ്ടോ? അത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ പഠനകാലത്ത് എന്ത് ചെയ്യുക, ആദ്യം പഠനത്തിൽ ഫോക്കസ് ചെയ്തിട്ട്, അതായത് ആ ഫൈനൽ പഠിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കറന്റ് ഫോക്കസ് ചെയ്യേണ്ടത് പഠനത്തിൽ ഫോക്കസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പാസ്സാവാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നാൽ പിന്നെ നമുക്കൊരു പഠനം എന്നുള്ള എപ്പോഴും പറയല്ലോ, ബുക്ക് ഇങ്ങനത്തെ ഈ സ്ട്രെസ്സുകളുണ്ടല്ലോ, അതൊക്കെ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതുപോലത്തെ ഒരു നല്ല ചില്ലായിട്ടുള്ള ലൈഫായിരിക്കും പല അല്ലെങ്കിൽ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഫീല് വരുന്നുണ്ട്. അപ്പൊ അതാ അറിഞ്ഞത്. അതായത് ഈ പഠനം എന്തായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലൈഫിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല കുറച്ചൊരു സ്ട്രെസ് ഒക്കെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, പെട്ടെന്ന് പാസ്സാൻ വേണ്ടി നമ്മളെ ഭാഗത്തു നിന്നുള്ള 100% എഫേർട്ട് കൊടുക്കുക. ഇപ്പൊ ഈ അടുത്ത് പാസ്സായതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ പാസ്സാകാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പുള്ളി അതൊരിക്കലും നിർത്തിയില്ല. അറ്റംപ്റ്റുകൾ, അതായത് പുള്ളി എന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പഠിച്ച്, അതായത് ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്തിട്ട് മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് തന്നെ പഠിച്ച് പാസ്സാവേണ്ടി വരും. പക്ഷെ പുള്ളി ഇത്രയും കാലത്തിന്റെ അടുക്ക് അത് ക്ലിയർ ചെയ്തു. അത് ഭയങ്കര അത് കാരണം പുള്ളി അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട്, എനിക്ക് പേഴ്സണലായിട്ട് അത്രയും അറിയാവുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി അത്രയും സ്ട്രഗിൾ ചെയ്താലും ഇത് പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ അതുവരെ അവനെ കണ്ടിരുന്ന ഒരു ഫേസ് ഉണ്ട്. അതായത് അവന്റെ ഒരു ടെൻഷന് കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും അറിയാം. അത് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ അവനെ കാണുമ്പോ എനിക്ക് തന്നെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതെ അതൊക്കെ കാണുമ്പോ എനിക്ക് വീണ്ടും പറഞ്ഞ പോലെ അതൊക്കെ നമ്മളുടെ ഒരു മോട്ടിവേഷൻ. പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവരെ ഈ ഒരു ഫേസ് കാണുന്ന സമയത്ത് ഓക്കെ, ഇത്രയും സമാധാനം ഇവനെ കണ്ടല്ലോ, അത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അവനെ അത്രയും നല്ല ഹാപ്പി ആയിട്ട് കാണുമ്പോൾ അതായത് ആ ഒരു ഹാപ്പി ഫേസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് പാസ്സാകാൻ വേണ്ടിയിട്ട് ഹാസനയിലേക്ക് ആ ഒരു കണക്ഷൻ തരികയാണ്. ഒരു ഫാമിലി ലൈഫും കൂടെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. എന്താ തോന്നുന്നത്, ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ എഴുതുന്ന ഒരു ഫൈനൽ വിദ്യാർത്ഥികളോട് എന്താ അവരോട് പറയാനുള്ള ഒരു ഉപദേശം? പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞ പോലെ എന്തായാലും സ്റ്റഡീസിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാക്സിമം ട്രൈ ചെയ്യുക കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻ കേസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചില കുട്ടികളുണ്ടാവുമല്ലോ, ഞാനിത് കിട്ടിയിട്ടേ വേറെ എടുക്കും തിരിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ മാത്രം സമയം കളയുമല്ലോ. അങ്ങനെ ഇരിക്കേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആകുമ്പോൾ നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആവുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ 1 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 1.5 വർഷത്തിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അതെന്തായാലും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ക്വാളിഫൈഡ് ആവുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു വൈൻഡിങ് അപ്പിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ എടുക്കേണ്ട ഒരു പാർട്ടും കൂടെ ഉണ്ട്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി ഓക്കെ, നിങ്ങളുടെയൊക്കെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, യു ആർ സ്റ്റിൽ സ്റ്റുഡൻറ്റ് ഓൾസോ, ബട്ട് ഇപ്പോൾ വർക്കിംഗ് നിങ്ങൾ അത്രയും അനുഭവിക്കുന്നുണ്ട്. ഈ 2 സമയത്തും ഉള്ള പാരൻസ് സപ്പോർട്ട്, പാരൻസ് ഡിഫറൻസ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പാരൻസിൻ്റെ സപ്പോർട്ടൊക്കെ? അത് നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണോ ഇങ്ങനെ പ്രൊഫഷണൽ സ്റ്റഡീസിൽ? പാരൻസിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു സ്റ്റുഡൻ്റ് ആയിട്ട് കുറേ കാലം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതായത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അടുക്ക് ഇന്റർവ്യൂ തന്നെ അറ്റംപ്റ്റ് ഒക്കെ ഫെയിൽ ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പാരൻസിന്റെ സപ്പോർട്ട് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ജസ്റ്റ് എൻ്റെ ഉമ്മയായാലും ഉപ്പായാലും പറഞ്ഞു, ഈ പഠിച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈ പഠിക്കുന്നുണ്ടല്ലോ. അത് നമ്മളിതുപോലെ എന്തെങ്കിലും ചെയ്യാതെ നിന്നാണ്ട് പാരൻസ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ല. അതിലും നല്ല എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് മാക്സിമം നമ്മൾ പാരൻസ് ആയാലും നമ്മളെ ഫാമിലി ആയാലും ഇപ്പോൾ നമ്മളെ കൂട്ടുകാരായാലും വരെ എല്ലാവരും, അതായത് എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്. പാരൻസിനകത്ത് ഭയങ്കര സപ്പോർട്ട്. കാരണം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇവൺ എന്നോട് ഡെയിലി ഓഫീസിൽ വരുന്ന മുന്നിൽ തന്നെ ബാക്കി ആ ഗ്രൂപ്പ് കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്തുകൂടെ എന്നോട് ഡെയിലി ഉമ്മ അങ്ങനെ ചോദിക്കും വീട്ടിൽ നിന്ന്. അപ്പൊ അതൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നമ്മൾ കംപ്ലീറ്റ് ആവാതെ എൻജോയ് ചെയ്യുമ്പോൾ പിന്നെ അതും കൂടെ കംപ്ലീറ്റ് എനിക്ക് ഇതിനേക്കാൾ നല്ല ഒന്നും കൂടെ കിട്ടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ പറയും ഞാൻ ഇപ്പൊ തന്നെ അൽഹംദുലില്ലാഹ് നല്ല സാറ്റിസ്ഫൈഡ് ആണ് ആ ലെവലില്. എങ്ങനെ കിട്ടിയെന്ന് വർക്കിംഗ് സമയത്ത് അല്ല സ്റ്റുഡന്റ് സമയത്ത് പാരന്റ്സിന്റെ സപ്പോർട്ട്? സ്റ്റുഡന്റ് ആയ ടൈമിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം പഠിക്കാനാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഒരു ഇത് അത് വെച്ച് ചെയ്താൽ മതി എന്നുള്ള ലെവലിലായിരുന്നു. പഠിക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ എന്നോട് പറയും എനിക്ക് അങ്ങനെ പഠിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ CMA കോഴ്സിന് ചേരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ ഇഷ്ടം അതാണ് മെയിൻലി നമ്മളെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ എന്തായാലും നോക്കണത്. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെ അവർക്ക് തോന്നുന്നുണ്ടാവില്ല ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണെന്നൊന്നും അങ്ങനത്തെ അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളത്. ഞാനിപ്പോഴും ഒരു ലെവലിൽ എന്നോട് ഇപ്പോഴും പഠിക്കണം എന്താ ഹയർ സ്റ്റഡീസ് എന്തെങ്കിലും നോക്കിക്കോ, വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കിക്കോ, അങ്ങനെ തന്നെ. എന്താ പാരന്റ് സപ്പോർട്ട്
എങ്ങനെയൊക്കെ തോന്നുന്നു? എനിക്ക് ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ അതിന് ശേഷം +2 മാത്രം ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ടെൻഷനിൽ ഇങ്ങനെ നടക്കിയത്. അപ്പോഴാണ് ഞാൻ CMAക്ക് ചേർന്നത്. പക്ഷെ ഞാൻ ചേർന്നപ്പോൾ തന്നെ ഞാൻ വീണ്ടും 2ാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഒന്നെങ്കിൽ ഇത് നിർത്തേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് അതും പാരൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ പാരൻസ് മക്കളെ നോക്കാനും എൻ്റെ കാര്യമായാലും ഒക്കെ ചെയ്യാൻ വേണ്ടി എക്സാമൊക്കെ വരുമ്പോൾ ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ടും കൂടെ കാണുമ്പോൾ, പക്ഷെ അവരൊന്നും പറയൊന്നുമില്ല, വേണ്ട ഈ പഠിക്കണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്കൊരു ഇടങ്ങേറാണ്. കാരണം ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ ഒരുക്കതൊക്കെ, എന്തിനാ അപ്പം ഞാൻ ഈ പോണതിന്, എന്തിനാ അപ്പം ഞാൻ പഠിക്കണം എന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം ഞാനും ഹാപ്പിയാണ്, പാരൻസും ഹാപ്പിയാണ്. കാരണം അന്ന് അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയത്. ഓക്കെ, ഇപ്പോൾ നമുക്കങ്ങനെ അവസാനിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മന്ത്ലി ഏണിങ്സ് കിട്ടുന്നുണ്ടല്ലോ. വിൽ കോൾ അപ്പോൺ സാലറി ഓർ സ്റ്റൈപ്പൻ, ഹോണററി, എന്ത് പേരിട്ടിട്ട് വിളിക്കാമല്ലോ. ഇത് കിട്ടിയിട്ട് ഫാമിലിയിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. കുട്ടികളൊക്കെ ഉള്ള എത്ര മക്കളാ? 2 എന്താണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്? ആ ദിവസം വരുന്നു, എന്താണ് അത്? ഭയങ്കര സന്തോഷമാണ്. കാരണം മോനെ എന്നോട് ഇടയ്ക്ക് ചോദിക്കും സാലറി കിട്ടിയോ, എന്നാ കിട്ടുക, അങ്ങനെ ചോദിക്കും. കാരണം അവർക്കും കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് ആർക്കെങ്കിലും ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളുടെ സാലറി കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞത്. ഹസ്ബൻഡിന്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ എപ്പോഴും കൊടുക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് രണ്ടാളും ചോദിക്കാണ്ട്, നമ്മൾ വളർത്തി വലുതാക്കിയ വാപ്പ അല്ലേ, ആ വാപ്പൻ്റെ മകൻ ഒരു സാലറിയിലേക്കൊക്കെ എത്തി, സാലറി മന്ത്ലി കൊണ്ടുകൊടുക്കുന്നു. അത് നമ്മൾ എന്തായാലും നമുക്ക് ചെയ്യേണ്ട പാർട്ടിൽ നമ്മൾ എടുക്കും. എന്നാലും ഉമ്മയുടെ കയ്യിലാണോ ഉപ്പാക്കാണോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ, ചെയ്യാറുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്? നമ്മള് വീട്ടിലേക്കുള്ള ആവശ്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ എന്താ വെച്ചാൽ അവരെ ആവശ്യങ്ങൾ ഇതേപോലെ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് മേടിച്ചിട്ട് പോര്, ഇത് മേടിച്ചിട്ട് നമുക്കൊരു അവരെ ആവശ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു സാലറി ഉള്ളവർക്ക് ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് അവർക്കുള്ളൊരു സന്തോഷം, അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു റിവാർഡ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളോട് അവർ പറയുന്നെങ്കിലും ഉണ്ട്. അതിപ്പോ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, ഇപ്പൊ എനിക്കൊന്ന് പറയാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഉമ്മാനോടായാലും ഉപ്പാനോടായാലും നിങ്ങൾക്ക് എന്താ ആഗ്രഹമുള്ളത് അത് എന്നോട് പറയും, എനിക്ക് അത് സാധിച്ചു തരാൻ പറ്റുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് തരുന്നത് നമുക്ക് ഈ ഒരു പ്രൊഫഷനും നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനും കാരണമാണ് എനിക്ക് ഈ ഒരു ഇതിലേക്ക്. ഞാൻ ഫസ്റ്റ് സാലറി കിട്ടിയ സമയത്താണ് ഉപ്പാക്ക് അന്ന് തന്നെ ഞാൻ ഫോൺ വാങ്ങിയിട്ട് ഓർഡർ ചെയ്ത് ഉപ്പാക്ക് ഫോൺ കൊടുത്തു. അതൊക്കെ എനിക്ക് ഉപയോഗിച്ചിട്ടില്ലേ? ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോൺ കംപ്ലൈന്റ് ആയ സമയത്ത് ഫസ്റ്റ് സാലറി കിട്ടിയപാട് ഞാൻ ഉപ്പാക്ക് ഫോൺ വാങ്ങി കൊടുത്തു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അവരത് ഫോൺ യൂസ് ചെയ്യുക, നമ്മളെ അധ്വാനത്തിൽ അവർ ഫോൺ യൂസ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഈവൻ എനിക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് തോന്നുന്നത് ഇപ്പോൾ ചാരിറ്റി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലുത്. അത് അപ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് എന്നുള്ളത്, അത് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഹാപ്പിനെസ് കറക്റ്റ് സൊസൈറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിഹൗ നല്ലൊരു സെഷൻ ആയിരുന്നു. എന്തെങ്കിലും അഡീഷണൽ ആഡ് ഓൺ ചെയ്യാനുണ്ടോ റിലേറ്റഡ് ടു ദ ഫേം? കാരണം നിങ്ങളെ സമയം അനുവദിച്ച് തന്നൂല്ലേ അവര്. ഇന്ന് വരാൻ നിങ്ങൾക്ക് ലീവ് ഇടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലേ, ലീവ് ഒന്നും ഇല്ലേ? അപ്പൊ എങ്ങനെ നേരത്തെ ഇറങ്ങി റെഗുലറൈസേഷൻ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ അതിനൊക്കെ സപ്പോർട്ടാണോ? നമുക്ക് അവിടെ മൊത്തം ഒരു ടീമിനോട് തന്നെ നമുക്കൊരു താങ്ക്സ് പറയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് വരെ ബെസ്റ്റ് വിഷസ് വരെ പറഞ്ഞിട്ടാണ് ഫാമിലിന്ന് പോരുന്ന പോലെ നമുക്ക് അവിടുത്തെ ഫീൽ ചെയ്യുന്നത്. കാരണം ഓക്കെ പോയിട്ട് കേട്ടോ ഉഷാറാക്കി എന്തായാലും സെറ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടുത്തെ അത് ഞങ്ങള് മെഡോൺ ഫാം എന്നാണ് അവിടെ വിളിക്കുന്നത്. മെഡോൺ കമ്പനി ബാക്കിയുള്ള അങ്ങനെ പറയുന്നത് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് അവിടെ. പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ഒരു സെക്കൻഡ് ഫാമിലിയാണ് അല്ലേ? സോ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കട്ടെ, അത് തുടരാൻ സാധിക്കട്ടെ. ഇത് ചിലരുടെ ആദ്യത്തെ ഫേം ആവും അല്ലേ? ആരുടെയൊക്കെ ആദ്യത്തെ ഫേം ആയത്? ആദ്യത്തെ ഫേമാണ്. ഓക്കെ, ഇനിയും ചിലപ്പോൾ മാറിയേക്കാം. ഇതുപോലത്തെ അന്തരീക്ഷം കിട്ടട്ടെ. കോർപ്പറേറ്റ് വേൾഡിൽ ഇതുപോലെ കിട്ടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഭയങ്കര സംഭവം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാണ്ടായിരിക്കെങ്കിലും നാട്ടിൽ തന്നെ കിട്ടിയത് ഭയങ്കര സർപ്രൈസിങ് ആണ്. നമുക്ക് അതുകൊണ്ട് ഫാമിലി ലൈഫും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് ഫാമിലിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ നാട്ടിൽ വരാ, നാട്ടുകാരെ കാണാൻ, ചെക്കന്മാരൊക്കെ നമ്മളിപ്പോ പുറത്തുള്ളവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ കൂടുതലും പറയുന്നത് ശരിയാണ്, യുഎഇയിലാണ് സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളാണ് സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഫാമിലി ലൈഫ് എന്നാലും എന്നുള്ളൊരു വാക്ക് നമുക്ക് അവിടെ ആവശ്യമില്ല. ഇപ്പൊ നമ്മളവിടുന്ന് നമ്മൾ പുതിയ വന്ന സ്റ്റാഫ് പറയുണ്ടായി, ഞാൻ മുന്നേ ഒരു വേറെ സ്ഥാപനത്തിലേന്ന്. അപ്പോൾ അവരോട് വീട്ടിൽ ചോദിക്കേണ്ട അത്ര ഇപ്പൊ അതിന്റെ മുഖത്തൊക്കെ ഒരു തെളിച്ച കാണുന്നുണ്ടെന്നുള്ളത്. അതായത് അത്രയും ഹാപ്പിനെസ് ആണ് വർക്ക് ചെയ്യാൻ. ഈവൻ ആള് പ്രഗ്നന്റ് ആയിട്ട് കൂടെ ആള് സ്ട്രഗിൾ ചെയ്തിട്ട് ആള് വരുന്നുണ്ട് ഓഫീസ്ക്ക്.
അതായത് അവിടെ കിട്ടുന്ന ഒരു ടോക്സ് ലൈക്ക് ഒരു ഹാപ്പി സംതിങ് ഈസ് പ്രൊഡ്യൂസിങ് പിന്നെ നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിട്ട് അവാർഡൊക്കെ ഉണ്ട്. 2 അവാർഡിട്ട് ആളായിരിക്കണേ. അയ്യോ ആനുവൽ അവാർഡാണോ? ആനുവൽ അവാർഡും ക്വാർട്ടർലി അവാർഡും ഉണ്ട്. കമ്പനി ക്വാർട്ടർലി പെർഫോമൻസ് ബേസ്ഡ് എല്ലാ എംപ്ലോയീസ് നമുക്ക് 3 അവാർഡ് വരിക. ഒന്ന് റൈസിംഗ് സ്റ്റാർ എന്നൊരു അവാർഡ് വരുന്നുണ്ട്. അതുപോലെ അത് ഫ്രഷേഴ്സിന് വേണ്ടി, അതായത് വന്ന് ജോയിൻ ചെയ്തിട്ട് അവരെ സ്കില്ല് അപ്പൊ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ റൈസിംഗ് സ്റ്റാർ എന്നുള്ള അവാർഡ് ഉണ്ട്. അതെങ്ങനെയാണ്? എത്ര 3 മന്ത് ആണ്? 3 മാസം കൊടുക്കും. 3 മന്തിൽ ഇപ്പൊ ഒരു എംപ്ലോയി നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ റൈസിംഗ് സ്റ്റാർ എന്നുള്ള അവാർഡ് കൊടുക്കും. അതേപോലെ ടീം ലീഡ് എന്നൊരു അവാർഡ് ഉണ്ട്. ബെസ്റ്റ് ടീമായിട്ട് കമ്പനിയിലൊക്കെ എല്ലാ ആക്ടിവിറ്റീസിനും അതേപോലെ അങ്ങനെ പെർഫോം ചെയ്യുന്ന ആളുകൾക്ക്. പിന്നെ ബെസ്റ്റ് എംപ്ലോയി ക്വാർട്ടർലി വൺ ഓഫ് ദി ബെസ്റ്റ് എംപ്ലോയി, ക്വാർട്ടർലി ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ക്വാർട്ടർ. ആനുവലി ഉണ്ടോ? പറഞ്ഞ 3 അവാർഡ്സും ആനുവലി കൊടുക്കും. 3 അവാർഡും ആനുവലി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഇയർ മൊത്തം ഇവാലുവേറ്റ് ആനുവലി വേറെ അവാർഡ് ഉണ്ട്, ക്വാർട്ടർലി വേറെ. ആനുവലി എന്നൊക്കെ ക്വാർട്ടർലി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ ഓഫീസ് വേറെ, UAE അങ്ങനെ അങ്ങനെ വേറെ. ഓക്കെ, ഇത് കോമൺ ആയിട്ട് ഒരു അവാർഡ് ഉണ്ടോ ആനുവലി? കോമൺ ആയിട്ട് അങ്ങനത്തെ ഒരു അവാർഡ് ഉണ്ട്. അതില് റെക്കഗ്നീഷനിലൊക്കെ എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ അവാർഡ് എന്നുള്ളവർക്ക് സോ കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം ഭയങ്കര ഫാന്റാസ്റ്റിക് ആണ്. 2019 ഐ ഓൾസോ റിമൈനിങ് ലൈക്ക് ഞാനൊരു ഓൾ ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നു. 2019 ഫെബ്രുവരിയിൽ ഒരു ഷൈനിങ് സ്റ്റാർ അവാർഡ് കിട്ടിയിരുന്നു, സൗത്ത് ഇന്ത്യൻ ഷൈനിങ് സ്റ്റാർ അവാർഡ്. അതൊരു നമുക്കൊക്കെ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റാണ്. നമുക്കൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസങ്ങളാണ് ഇതൊക്കെ. തുടരട്ടെ ഇതെല്ലാം, അതുപോലെ അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഇനിയും ഹാപ്പി ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫിലേക്ക് പോകാൻ പറ്റട്ടെ. അതോടൊപ്പം that you become soon CMAs. Okay, all the best for joining us. Okay, thank you.